CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ബന്ധുനിയമന വിവാദത്തിലെ തുടർ നടപടികൾ സംബന്ധിച്ച യോഗം തീരുമാനമെടുക്കും. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. പിന്നീട് മന്ത്രി ഇ.പി. ജയരാജനും കോടിയേരിയെ കണ്ടിരുന്നു. വിവാദ നിയമനങ്ങളെ ചൊല്ലി പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളെ നേരിടുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. നേതാക്കളെല്ലാം AKG സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നത് സംബന്ധിച്ച്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇതിനോടകം തന്നെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ സർക്കാരും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാനുള്ള വലിയ പ്രചരണങ്ങൾ മറുഭാഗത്ത് നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാകും. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അഴിമതിക്കെതിരെ അടക്കം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരമൊരു വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഗൗരവതരമായി ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. സുനിൽ അരമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയായിരിക്കും ചർച്ചകൾ? വിവരങ്ങൾ. സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ AKG സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിലേക്ക് എത്താം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. നേതാക്കളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബന്ധുനിയമന വിവാദത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യുക എന്നതാണ് പ്രധാന അജണ്ട. എങ്ങനെയാകും ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിലും വിശദമായ ചർച്ച നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം മന്ത്രി ഇ.പി. ജയരാജനും കോടിയേരിയെ കണ്ടിരുന്നു. വിവാദ നിയമനങ്ങളെ ചൊല്ലി പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണങ്ങളെ നേരിടുന്നത് സംബന്ധിച്ച ഭാവി പരിപാടികൾക്കും യോഗം തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുനിൽ അരമാനൂരിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, ഏത് വിധത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വിവാദമായിട്ടുള്ള നിയമനം സംബന്ധിച്ച് തന്നെയാണ്. കാരണം ഇക്കാര്യം നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഇ.പി. ജയരാജനും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. ഈ യോഗത്തിനകത്ത് ആദ്യം ചിലപ്പോൾ സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി യോഗത്തെ അറിയിക്കാനാണ് സാധ്യത. അതിനുശേഷം പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് ഏതു തരത്തിലുള്ളതാണ് എന്ന് അറിയിക്കും. അതിനുശേഷം ആയിരിക്കും അംഗങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകുന്നത്. ഈ സമയത്ത് തന്നെ മന്ത്രി ഇ.പി. ജയരാജൻ തന്റെ വിശദീകരണം നൽകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വിശദീകരണം നൽകുമ്പോൾ അംഗങ്ങൾ ഏതു തരത്തിലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടി തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുയർന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് തന്നെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ അവതരിപ്പിക്കും. അതായത് ഈ സ്വജനപക്ഷപാതം തടയുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ വിവാദ നിയമനം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മാനേജിംഗ് ഡയറക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇത്തരം പോസ്റ്റിങ്ങിന് വേണ്ടി വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കുന്ന നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പാർട്ടിയെ അറിയിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി അറിയിക്കും. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. പിന്നീടാണ് ഇത് പാർട്ടി തലത്തിലേക്ക് ചർച്ചയായി വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഈ വിഷയം സംസ്ഥാന നേതൃത്വം തന്നെ ചർച്ച ചെയ്ത് ഇതിൽ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്തായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അത് ഏത് തീരുമാനമാണോ പാർട്ടി കൈക്കൊള്ളുന്നത് അതനുസരിച്ചുള്ള നിലപാട് തന്നെയായിരിക്കും മന്ത്രി ഇ.പി. ജയരാജൻ സ്വീകരിക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് പാർട്ടിയുടെ ഈ ഒരു പ്രതിച്ഛായ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള പ്രതിച്ഛായ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. മറ്റൊരു കാര്യം ഇതിനകത്ത് സൗമ്യ, 17-ാം തീയതി നിയമസഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് പ്രതിപക്ഷം അത് ആയുധമാക്കും എന്നുള്ളത് വളരെ മുൻകരുതലോടുകൂടി തന്നെ പാർട്ടി അത് ചർച്ച ചെയ്ത് തന്നെയായിരിക്കും തീരുമാനത്തിലേക്ക് വരിക. പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു സമരപരിപാടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഒരു ഭാഗത്ത് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അത് വിജിലൻസ് ഡയറക്ടർ തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അക്കാര്യവും ധരിപ്പിക്കും. ഇതനുസരിച്ച് എല്ലാ വിഷയവും കൂടെ പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലേക്ക് വിശദമായ ചർച്ചയും തീരുമാനവും ഉണ്ടാവുക. ഒരുപക്ഷെ അവിടെയാണ് സുനിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM-നെതിരെ ആയാലും സർക്കാരിനെതിരെ ആയാലും ഒക്കെ ഈ വിഷയം പ്രതിപക്ഷവും BJP-യും ഒക്കെ കൈകാര്യം ചെയ്ത ശൈലി കൂടി ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് പരിഗണിക്കുകയുണ്ടാകും. പ്രത്യേകിച്ച് മറ്റ് വിഷയങ്ങളൊന്നും ഈ സർക്കാർ ഇത്ര ദിവസമായിട്ട് മറ്റ് വലിയ ആരോപണങ്ങളൊന്നും സർക്കാരിനെതിരെ ഉന്നയിക്കാനായിട്ടില്ല. സ്വാശ്രയ വിഷയത്തിലുണ്ടായ UDF-ന്റെ സമരം പോലും എങ്ങുമെത്താതെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതിനെ പാർട്ടി നേരിടുന്നതിനുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ, ചർച്ചകൾ അതൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും. കാരണം ഇതിനകത്ത് ഭരണപക്ഷം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമര പരിപാടികൾ തന്നെയാണ്. അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ടി വരുന്നത്, ഇപ്പോൾ കോൺഗ്രസും BJP-യും ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ യുദ്ധത്തിന് വരുന്ന ഒരു സാഹചര്യമാണ്. അത് സ്വാശ്രയ സമരം നടത്തിയെങ്കിൽ പോലും UDF-ന് അത് വിജയിപ്പിക്കാൻ കഴിയാതെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ ശരിവെക്കുന്ന തരത്തിലേക്ക് അവർ സമരവുമായി മുന്നോട്ട് പോകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. ആ പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായി തന്നെയാണ് ഇപ്പോൾ ഈ വിവാദ നിയമനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പരമാവധി ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഈ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് BJP-യും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP നേതാവ് മുരളീധരനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഇവർ കോടതിയെ സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി കോൺഗ്രസും BJP-യും ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ വരും എന്നുള്ളത് സർക്കാരിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമവും വളരെ പരിക്കേൽക്കാത്ത തരത്തിലുള്ള ഒരു സമീപനവും അതുപോലെ തന്നെ തീരുമാനവുമായിരിക്കണം കൈക്കൊള്ളേണ്ടത്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വശവും പരിശോധിക്കും. കാരണം ഇതിൻ്റെ നിയമവശം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു തീരുമാനമെടുത്താലും ഇനി കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ ഈ കേസ് വരുന്ന ഒരു ത്വരിതാന്വേഷണ പരിശോധനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജിലൻസ് കോടതിയിൽ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടാകും. അതുപോലെ ആരെങ്കിലും പൊതു താൽപ്പര്യ ഹർജിയുമായി മറ്റേതെങ്കിലും കോടതിയിൽ സമീപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കാൽക്കുലേഷനോടുകൂടി തന്നെ വളരെ ആലോചിച്ച് വളരെ ഭാവിയിൽ അത് ദോഷം ചെയ്യാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും പാർട്ടി നേതൃത്വം കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് ചർച്ചയായി വരിക. കാരണം ഇത് വീണ്ടും ഈ യോഗത്തിലെ തീരുമാനം വെച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം അതിനെ ആയുധമാക്കിക്കൊണ്ട് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം മുതൽ വീണ്ടും ഭരണപക്ഷത്തിനെതിരെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അവർ അണിയറയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ തീരുമാനത്തിന് ആക്കം കൂടുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം വരികയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അതനുസരിച്ച് സംസ്ഥാന സർക്കാരും സ്വീകരിച്ച നിലപാടുകൾ പാർട്ടിയെ അറിയിക്കുകയും അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി അംഗങ്ങൾ അവരുടെ അഭിപ്രായ പ്രകടനം നടത്തുകയും അതിലൂടെ ഒരു സമവായത്തിലെത്തുകയും ആ തീരുമാനമായിരിക്കുമെന്ന് പുറത്തു വരിക. അത് ഏത് തീരുമാനമായാലും പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു നിലപാട് തന്നെയായിരിക്കും EP ജയരാജൻ ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യം തന്നെയാണ്. അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നറിയാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്കുമായി ചെന്നു. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായും പാർട്ടിക്കകത്തുള്ള ചർച്ച തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കും. അതുപോലെ നിയമവശങ്ങളും വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായി ഈ കമ്മിറ്റിക്കകത്ത് അവതരിപ്പിക്കും. അതനുസരിച്ചുള്ള ചർച്ചകൾ നടക്കും. അല്പസമയത്തിനകം തന്നെ അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാനും സാധിക്കും. തീർച്ചയായും സുനിൽ, ഒരുപക്ഷെ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ നിരവധിയായ ഇത്തരം ആരോപണങ്ങളൊക്കെ തന്നെയും മാധ്യമങ്ങൾ തെളിവുകൾ അടക്കം പുറത്തു കൊണ്ടുവരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പല മന്ത്രിമാരും വിജിലൻസ് അന്വേഷണം നേരിടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ ഒരു വിഷയം പാർട്ടി കൈകാര്യം ചെയ്ത രീതി, അതായത് ഇങ്ങനെ ഒരു ആരോപണം വരുന്നു, തുടർന്ന് പാർട്ടി തലത്തിൽ തന്നെ ഒരു അന്വേഷണം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നു, ഉടനടി തന്നെ ഉണ്ടാകുന്നു, പാർട്ടി ഇടപെടുന്നു, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ തുടർച്ചയായ ചർച്ചകൾ നടത്തുന്നു, വിജിലൻസ് ഒരു ഭാഗത്ത് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ LDF-ന്റെ ഉള്ളിൽ തന്നെയും പ്രത്യേകിച്ച് മറ്റ് പാർട്ടി CPI പോലെയുള്ള മറ്റ് പാർട്ടികൾക്കിടയിലേക്കും ഒരു അഭിപ്രായ സമന്വയം ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെയും
ഈ ഒരു നടപടി സഹായകമായിട്ടുണ്ട്? പ്രത്യേകിച്ച് പാർട്ടി തലത്തിൽ തന്നെയും ഈ ഒരു വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ താഴെ അണികൾക്കിടയിൽ തന്നെയും ഒരു വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ ഉടനടി സർക്കാർ ഇടപെടുന്നു എന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കിയ തരത്തിലേക്കായിരുന്നോ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്? ഇപ്പോഴത്തെ ഈ ഒരു അടിയന്തര ചർച്ചകളൊക്കെ തന്നെയും എങ്ങനെയാണ് പൊതുവിൽ പ്രതിഫലിക്കുന്നത്? തീർച്ചയായും സൗമ്യ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം ഈ ആരോപണം വന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇതിനോട് പ്രതികരിച്ചത്, മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യം താൻ അറിഞ്ഞിട്ടില്ല, ഈ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അത് പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുമെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം തന്നെ പ്രധാന അജണ്ടയായി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അണികൾക്കിടയിൽ തന്നെ അത് അവർ ഏത് തരത്തിലാണോ ഇതിൽ ആക്ട് ചെയ്യേണ്ടത് സർക്കാർ അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള തരത്തിലേക്ക് അവർക്ക് ഒരു റിസൾട്ട് കൊടുക്കാനായി പാർട്ടിക്കും അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനനുസരിച്ചുള്ള നിലപാടുകളുടെ ഭാഗമായിട്ടാണ് തുടർ നടപടിയായിട്ട് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമനിർമ്മാണം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ വിജിലൻസ് ക്ലിയറൻസോടുകൂടി തന്നെ നിയമനം നടത്തുക എന്നുള്ള കാര്യം, അതോടൊപ്പം ഇപ്പോൾ ഉടനെയുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ച് അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ വിജിലൻസിന് ത്വരിത അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസും ഒരു വഴിക്ക് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ വിവാദമുണ്ടായ സാഹചര്യത്തിൽ തന്നെ നിലപാടുകൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ കൃത്യമായ രീതിയിൽ തന്നെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഭരണ നേതൃത്വത്തെ തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളത് പാർട്ടി അണികൾക്ക് കുറച്ചുകൂടെ അവർക്ക് വിശ്വാസ്യതയും അവരിലുണ്ടായിരിക്കുന്ന ആശങ്കയൊക്കെ മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ പാർട്ടിക്കകത്ത് ഇത് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിലപാടുകളും എന്നുള്ളത് തന്നെയാണ് അണികളും കണക്കാക്കുന്നത്. കാരണം ഈ വിഷയം സർക്കാർ കാണേണ്ട രീതിയിൽ തന്നെ സർക്കാർ കണ്ടിരിക്കുന്നു. സർക്കാർ കണ്ട കാര്യങ്ങളും സർക്കാർ സ്വീകരിച്ച നിലപാടും പാർട്ടിക്കകത്ത് ചർച്ച വരുമ്പോൾ പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞ ശേഷം ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. കാരണം കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണും. അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം തീർച്ചയായും കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഏത് തരത്തിലുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുക്കണമെന്നുള്ളൊരു ധാരണ കേന്ദ്ര നേതൃത്വവുമായി തീർച്ചയായും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ധാരണയും ഇന്നത്തെ യോഗത്തിനകത്ത് അവർ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കും. ഇത് ചർച്ച ചെയ്ത് ഇവിടെ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളുടെ ഒരു സമന്വയമായിരിക്കും ഇന്നത്തെ തീരുമാനമായി പുറത്തേക്ക് വരിക. അത് ഏത് തീരുമാനമായാലും പാർട്ടി എടുക്കുന്ന തീരുമാനം തീർച്ചയായും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും. എല്ലാവർക്കും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിന്റെ ഒരു തീരുമാനം ഞാൻ എത്താം, വളരെ വേഗം എത്താം. ഏതായാലും ഒരു ഭാഗത്ത് ആ വിധത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സുനിൽ, തുടരുക. ഇ.പി. ജയരാജനെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ വിജിലൻസ് ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കുന്നുണ്ട്. ജയരാജനെതിരായ അന്വേഷണ സംഘത്തിന് ഇന്ന് രൂപം നൽകിയേക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ ഇന്ന് പുറത്തിറക്കുന്നുണ്ട്. വിജിലൻസിന്റെ ഉന്നതതല യോഗവും ഇന്ന് തലസ്ഥാനത്ത് ചേരുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയെ വിജിലൻസ് ഡയറക്ടർ കണ്ടിരുന്നു, ഒപ്പം തന്നെ മറ്റ് നിയമ വിദഗ്ധരെയും കണ്ടിരുന്നു. ഈ ഒരു വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വിജിലൻസിന്റെ നടപടികൾ എങ്ങനെയാണ് ജീവൻ? സൗമ്യ, ഇന്ന് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഇ.പി. ജയരാജനെതിരായ പ്രാഥമിക അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ കേസ് അന്വേഷിക്കേണ്ടതിൻ്റെ രീതി, ഏതൊക്കെ ഫയലുകളാണ് വിളിച്ചു വരുത്തേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ആരിൽ നിന്നൊക്കെയാണ് ഈ കാര്യത്തിൽ മൊഴിയെടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ് വിജിലൻസിൻ്റെ യോഗം ഇന്ന് ചേരുക. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയി നിലവിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൻ്റെ SP, അതോടൊപ്പം വിജിലൻസ് ഡയറക്ടർ അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഒരു DYSPയും 2 CAമാരും അടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സാധ്യത. അതോടൊപ്പം തന്നെ ഇന്ന് ഇ.പി. ജയരാജനെതിരായ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ ഡയറക്ടർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വിജിലൻസ് കോടതിയെ അറിയിക്കും. വിജിലൻസിന് വേണ്ടി നിലവിൽ മുതിർന്ന അഭിഭാഷകനായ അഡീഷണൽ അഡ്വക്കേറ്റ് പ്രോസിക്യൂഷൻ കൂടിയായിട്ടുള്ള K.E. ബാബു, മുൻ വിജിലൻസ് ജഡ്ജി കൂടിയാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. നിലവിൽ ഡയറക്ടർ ഇന്നലെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കോടതിയിൽ വിജിലൻസിൻ്റെ കേസ് വളരെ
ഫ്രെയിം ചെയ്ത് നിൽക്കത്തക്ക രൂപത്തിലുള്ള തീരുമാനങ്ങൾ അദ്ദേഹം ഈ കാര്യത്തിൽ അറിയിക്കും. ഒപ്പം മറ്റ് വിശദാംശങ്ങൾ, അത് അന്വേഷണ സംഘത്തിൻ്റേതാവുന്ന വിശദാംശങ്ങളാണ്. അവ അല്പസമയത്തിനകം വിജിലൻസ് ഡയറക്ടറേറ്റിൽ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിജിലൻസ് ഡയറക്ടറേറ്റിലാണ്, ഇവിടെ യോഗം ചേരും. ഡയറക്ടർ ഇതുവരെ ജേക്കബ് തോമസ് ഇവിടെ എത്തിയിട്ടില്ല. അന്വേഷണ സംഘാംഗങ്ങളും കൂടി ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിലുള്ള യോഗം ആരംഭിക്കുന്നത്. സൗമ്യ, ജീവനിലേക്ക് എത്താം. സുനിൽ, ഇവിടെ ഒരുപക്ഷെ ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം ഇത് തന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസിന്റെ നടപടികൾ ഇന്നിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അടിയന്തരമായി വിജിലൻസ് വലിയ വിശദമായ ഒരു നടപടികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ വിജിലൻസ് സ്വതന്ത്രമായി അല്ലെങ്കിൽ അത്തരം അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി എന്ന തരത്തിലുള്ള കൃത്യമായ സൂചനകൾ കൂടി സർക്കാർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി വിജിലൻസ് ഡയറക്ടർ സംസാരിച്ചിരുന്നു. ഉടനടി തന്നെ നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ അതുകൂടി സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമായി മാറുന്നില്ലേ? മറുഭാഗത്ത് സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഈ ഒരു നിയമന വിവാദ വിഷയത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോൾ, മറുഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളെ നിയമപരമായി തന്നെ അതിൻ്റെ ഭാഗത്തൂടെ പൊക്കോട്ടെ എന്ന ഒരു വിശാലമായ ഒരു നിലപാട് കൂടി പാർട്ടിയും അല്ലെങ്കിൽ സർക്കാരും ഒക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം, അതൊക്കെ കൂടി ഇന്നത്തെ ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ സുനിൽ. തീർച്ചയായും സ്വാമി, അതാണ് കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസമായി നമുക്ക് ഏറ്റവും ഒന്നാമതായി പറയേണ്ടി വരിക. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ കോടതി ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഓരോരുത്തരും അവരുടെ നിലപാടിൽ മാറ്റം വരുത്താതെ ധാർമ്മികതയിൽ തന്നെ ധാർമ്മികത മുറുകെ പിടിക്കാത്ത തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും വിജിലൻസ് തന്നെ പലതവണ കേസെടുക്കുന്ന തരത്തിലേക്ക് പോയിട്ട് പോലും അവരുടെ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് വരാൻ സാധിക്കാതെ പോയ സാഹചര്യത്തിലാണ് ആക്ഷേപം വന്ന ആ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നുണ്ട്. പാർട്ടിയാണെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ സ്വീകരിക്കാനായി യോഗം ചേരുമെന്നും ആ യോഗത്തിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിൻ്റെ ഭാഗമായി തന്നെ വിജിലൻസിന് സ്വതന്ത്ര ചുമതല നൽകിക്കൊണ്ട് വിജിലൻസ് അവരുടെ അന്വേഷണ നടപടികളുമായി പോകുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ത്വരിതാന്വേഷണം നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. ഇന്ന് വിജിലൻസ് കോടതിയിൽ ഒരു സ്വകാര്യ ഹർജി വരുന്നു. ആ പൊതുതാൽപര്യ ഹർജി വരുമ്പോഴേക്കും ആ ഹർജിയിൽ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് എന്താണ്, വിജിലൻസ് ഡയറക്ടർ എന്ത് നിലപാടാണ് എന്നുള്ളത് അവിടെ കോടതിയിൽ അറിയിക്കേണ്ടതുണ്ട്. അതിനു മുമ്പായി തന്നെ അവർ യോഗം ചേർന്ന് കൃത്യമായ നിലപാട് അവിടെ അറിയിക്കുന്നു. ഒരു ഭാഗത്ത് ആക്ഷേപം സംബന്ധിച്ച അന്വേഷണം നടത്താൻ സർക്കാർ തന്നെ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഏത് തരത്തിലാണോ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ആ ആക്ഷേപത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമ്പോൾ പാർട്ടി തരത്തിലുള്ള നടപടികൾ പാർട്ടിയും സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായി തോന്നുന്നത്. കാരണം നിലപാടുകൾ കൃത്യമായി സ്വീകരിക്കും. അത് ഏത് തരത്തിലുള്ള നിലപാടായാലും പാർട്ടി എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ആ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. കാരണം സംസ്ഥാന സർക്കാർ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താൻ പോകുന്നു എന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ വിജിലൻസ് ക്ലിയറൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എല്ലാ പോസ്റ്റിങ്ങിനും, അതായത് മാനേജർ പോസ്റ്റിങ്ങിനും മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിങ്ങിനും അടക്കം വിജിലൻസ് ക്ലിയറൻസും മസ്റ്റ് ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അതോടൊപ്പം ഡെപ്യൂട്ടേഷനിൽ വരുന്നവർക്ക് പോലും വിജിലൻസിന്റെ ക്ലിയറൻസ് വേണം എന്നുള്ള തരത്തിലേക്ക് തിരികെ എത്താം. ജീവൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അതായത് ഏറ്റവും പുതിയ ചില വിഷയങ്ങൾ കൂടി ജീവൻ കൂട്ടിച്ചേർക്കുന്നതാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള നിയമനങ്ങൾ, ഇത്തരത്തിൽ ഉള്ള നിയമനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ കാര്യങ്ങൾ കൂടി വിജിലൻസ് അന്വേഷിക്കും എന്ന തരത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ജീവൻ, അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? അതിന് യുക്തിയുണ്ട് സൗമ്യ. കാരണം ഇത് സംബന്ധിച്ച് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ബന്ധു നിയമനങ്ങൾ കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കറിയ വിഭാഗം നേതാവായ H. ഹാഫിസ് ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച വാർത്ത കൈരളി പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ള 6 മന്ത്രിമാരുടെ ബന്ധുക്കൾക്കെതിരായും 2 കോൺഗ്രസ് നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കെതിരായുമാണ് നിലവിൽ അദ്ദേഹം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ കുഞ്ഞില്ലംപള്ളി, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവാണ്, വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തെ വെറും ഡിഗ്രി യോഗ്യത മാത്രമുണ്ടായിരുന്ന കുഞ്ഞില്ലംപള്ളിയെ, INTUC നേതാവായ കുഞ്ഞില്ലംപള്ളിയെ
നേരത്തെ പ്രൊഫസർമാരായിട്ടുള്ള കോളേജ് പ്രൊഫസർമാരായിട്ടുള്ള ആളുകൾ ഇരുന്ന തസ്തികയിൽ സഹകരണ പരീക്ഷാ ചെയർമാൻ്റെ തസ്തികയിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടും ഒപ്പം നിലവിലുള്ള റൂൾസ് മറികടക്കുന്നതിനായി നിയമസഭയിൽ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടും ഈ കാര്യത്തിൽ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിലംപള്ളിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ബന്ധം ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം മന്ത്രി വി.എസ്. ശിവകുമാറിൻ്റെ അനിയൻ വി.എസ്. ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയാക്കി. അതോടൊപ്പം അനൂപ് ജേക്കബിൻ്റെ ഭാര്യയെയും സഹോദരിയെയും സർക്കാരുമായി ബന്ധപ്പെട്ട 2 ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ഇതടക്കമുള്ള ബന്ധു നിയമനങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ബന്ധു നിയമനങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു ഇന്നലെ എച്ച് ഹാഫിസ് നൽകിയ പരാതി. ആ പരാതിയിൽ വിജിലൻസ് ഇപ്പോൾ അനുകൂലമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം തേടിയ ശേഷമാണ് ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വിജിലൻസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അതും ഇതിൻ്റെ ഭാഗമായി അന്വേഷിക്കുന്നു എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം UDF ഉയർത്തിയ ബന്ധുത്വ വിവാദം ഇപ്പോൾ UDFനെയും തിരിഞ്ഞുകൊത്തുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒരുപക്ഷെ ഇതിന്റെ 2 സാഹചര്യങ്ങൾ കൂടി ജീവൻ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, അതായത് ഇവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയമുള്ളത്, ജയരാജന്റെ വിഷയത്തിൽ മന്ത്രി നേരിട്ട് ഇടപെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു വിഷയമാണ്. കോടതി ഇന്നലെ തന്നെ ചോദിച്ചിരുന്നു, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്നത്. അതായത് കൂടുതൽ തെളിവുകൾ ഈ വിഷയത്തിൽ അങ്ങനെയാണ് എങ്കിൽ അതിൽ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ നിന്നിട്ടുള്ള ഈ നിയമനങ്ങൾ നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ മന്ത്രിസഭാ രേഖകൾ പോലും തിരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളാണോ? ഈ 2 വിഷയങ്ങളും പരിശോധിച്ചു നോക്കിയാൽ ജീവൻ. സൗമ്യ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വളരെ കുറെ കൂടെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതി UDF സർക്കാരിൻ്റെ കാലത്തുണ്ട്. കാരണം UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ നിയമനങ്ങളിലൊന്നായിരുന്നു കുഞ്ഞിലംപള്ളിയുടേത്. മന്ത്രിസഭ സ്ഥാനമൊഴിയുന്നതിൻ്റെ, അതായത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മെയ് മാസം 19-ാം തീയതിയാണ്. മെയ് മാസം 18-ാം തീയതി രാത്രി 9 മണിക്ക് പോലും ഒരുപക്ഷെ അനധികൃത നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള ചില സാധ്യതകൾ അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ക്ഷേമ ഡയറക്ടറായി പി നസീർ എന്ന വ്യക്തിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഒന്നടങ്കം എതിർത്തിട്ടും കേരള സർവീസ് റൂളിന് വളരെ വിരുദ്ധമായി ഒരാളെ സർക്കാർ സർവീസിലേക്ക് അബ്സോർവ് ചെയ്യുകയും അദ്ദേഹത്തിന് വകുപ്പ് സെക്രട്ടറിയുടെ IASകാർ ഇരിക്കേണ്ട വകുപ്പ് സെക്രട്ടറിയുടെ തസ്തിക സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വളരെ പ്രമാദമായൊരു കേസായിരുന്നു കൈരളി തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ പി നസീറിൻ്റെ കേസ്. അതോടൊപ്പം അമ്പിളി ജേക്കബിൻ്റെ കേസും സമാനമാണ്. അനൂപ് ജേക്കബിൻ്റെ സഹോദരി നിലവിൽ 10 വർഷം യോഗ്യതാ മാനദണ്ഡം മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് വേണ്ടിയിരുന്ന അമ്പിളി ജേക്കബിന് കേവലം 1.5 വർഷം മാത്രമായിരുന്നു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് തനിക്ക് അധികമായി ഉണ്ട് എന്ന് കാണിച്ചു. എന്നാൽ വിജിലൻസിൻ്റെ പരിശോധനയിൽ ആ ദിവസങ്ങളിലൊക്കെ അമ്പിളി ജോലിക്ക് പോയതായി പറയപ്പെടുന്ന ദിവസങ്ങളിൽ അമ്പിളി മെറ്റേണിറ്റി ലീവിലാണ്. ആ സമയത്ത് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ 2 വിഷയങ്ങളാണ് ഇന്ന് സുപ്രധാനമായും ഈ ബന്ധു നിയമന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, വിജിലൻസ് കേസും അതുമായി ബന്ധപ്പെട്ട നടപടികളും അന്വേഷണ സംഘത്തിനെ പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അവിടെ UDF സർക്കാരിന്റെ കാലത്തെ നിയമനങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന പരാതിയിലും നടപടി ഉണ്ടാകുന്നു. മറ്റു ഭാഗത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഈ വിഷയത്തിൽ അടിയന്തര നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നു എന്ന 2 വിഷയങ്ങൾ. ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റ് യോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിലേക്ക് ആദ്യം തന്നെ ഞാൻ വരികയാണ്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധിയായ ഇത്തരം വിഷയങ്ങൾ, നിരവധിയായ ആരോപണങ്ങൾ, ഒരുപക്ഷെ തെളിവുകളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അവിടെ സർക്കാർ എടുത്ത നിലപാട് സർക്കാരിന്റെ അവസാന കാലം വരെയും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലൊക്കെയും തന്നെയും സർക്കാർ ഏറ്റവും പ്രതിരോധത്തിലായ വിഷയങ്ങൾ കൂടിയായിരുന്നു അത്, പല വിജിലൻസ് കേസുകളടക്കം. ഇവിടെ ഇങ്ങനെ ഒരു ബന്ധു നിയമന വിവാദമുണ്ടാകുന്നു, കൃത്യമായ നിലപാടുകൾ പാർട്ടി എടുക്കുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു വിഷയങ്ങളുടെയൊക്കെ നയപരമായ തീരുമാനങ്ങളുടെയൊക്കെ ഒരു അവസാനത്തിലേക്കൊക്കെ ഇന്ന് സെക്രട്ടേറിയറ്റ് നീങ്ങുമ്പോൾ പാർട്ടിയും സർക്കാരും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു? അതിനകത്ത് സർക്കാർ ഒരു തീരുമാനമെടുക്കണം, അതുപോലെ തന്നെ പാർട്ടിയും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കണം. സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സൗമ്യ, നമുക്കറിയാവുന്ന മാതിരി ഈ കാര്യത്തിനകത്ത് ആ അപ്പോയിന്റ്മെന്റ് നള്ളിഫൈ ചെയ്തു, റദ്ദ് ചെയ്തു. അപ്പം ഇപ്പോൾ സുധീർ നമ്പ്യാരെ സംബന്ധിച്ച അപ്പോയിന്റ്മെന്റ് നിലനിൽക്കുന്നില്ല. അത് പാർട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഇടപെട്ട് അത് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം.
അതുകൊണ്ടും തീർന്നില്ല. അതേ സംബന്ധിച്ച് ഒരു അന്വേഷണം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആ അന്വേഷണം അംഗീകരിക്കുകയും ചെയ്തു. കാര്യം അത് പ്രതിപക്ഷ നേതാവിന്റെ ഭരണഘടനാപരമായ ഒരു അവകാശം തന്നെയാണ്. ആ അർത്ഥത്തില് സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുത്തു, അപ്പോയിന്റ്മെന്റ് റദ്ദ് ചെയ്തു. ഒപ്പം നടന്ന നടപടികളെ കുറിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിൽ സർക്കാർ അതിനെ തടയിട്ട് നിന്നില്ല എന്ന് മാത്രമല്ല, അത് വിജിലൻസിലേക്ക് എത്തുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിന് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുക, രണ്ടും ചെയ്യുന്നു. പക്ഷേ പാർട്ടി അത് ആ പ്ലെയിനിൽ മാത്രമല്ല കാണുക. പാർട്ടിക്ക് ധാർമ്മികമായി ഈ കാര്യം കാണണം, അതേമാതിരി തന്നെ സാങ്കേതികമായി ഈ കാര്യം കാണണം. ഇതിനൊക്കെ അപ്പുറത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച പ്രതിച്ഛായയുമായി ബന്ധിപ്പിച്ചും പാർട്ടിക്ക് അത് കാണണം. അപ്പൊ പാർട്ടി സാങ്കേതികമായി മാത്രമല്ല കാര്യങ്ങൾ കാണുന്നത്, മറിച്ച് പാർട്ടി നിലനിൽക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായ, ഇതെല്ലാം പരിശോധിക്കേണ്ടത്. ഞാൻ തിരികെ എത്താം ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. ശ്രീ ടി എൻ പ്രതാപൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഒരു ഭാഗത്ത് ഇന്നിപ്പോൾ നിയമന വിവാദവുമായൊക്കെ ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറുഭാഗത്ത് ഇന്നിപ്പോൾ വിജിലൻസ് കഴിഞ്ഞ 5 വർഷത്തെ ഇത്തരം നിയമനങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന പരാതിയിൽ വിജിലൻസ് നടപടിയുമായി മുന്നോട്ട് പോകുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞില്ലമ്പള്ളിയുടേത് അടക്കമുള്ള നിയമനങ്ങൾ കഴിഞ്ഞ കാലയളവിൽ എങ്ങനെയായിരുന്നു, വലിയ രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ വാർത്തകളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതുമാണ് കേരളം. ഇന്ന് ഇത്തരം വിശദമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ശ്രീ ടി എൻ പ്രതാപൻ, അല്ല, ഇത് തെറ്റ് ചെയ്തവരെ, അവനവന്റെ പാളയത്തിൽ തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും വേണ്ടി പുതിയ അന്വേഷണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ, ഇവിടെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാർ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് തീരുമാനം എടുക്കുകയാണ്. ഈ ഒരു വിഷയം വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് അവിടെ നടപടി ഉണ്ടായില്ല എങ്കിൽ അങ്ങനെ ഒരു ആരോപണം പറയാമായിരുന്നു. അല്ല, ഞാൻ പറയും, കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലാതെ വ്യക്തിപരമായ കുടുംബപരമായ നിയമനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായോ നിയമവിരുദ്ധമായോ അല്ലെങ്കിൽ നിലവിലുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചട്ടങ്ങൾക്കും റൂൾസിനും പ്രൊസീജിയറിനും ഒക്കെ വ്യത്യസ്തമായിക്കൊണ്ട് യോഗ്യതയില്ലാത്തവരെ നിയമിച്ചതായി ഒരു ഘട്ടത്തിലും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും 5 വർഷക്കാലം CPM-ഓ LDF-ഓ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ നിയമനങ്ങൾ ഒന്നുകിൽ പൊളിറ്റിക്കൽ നിയമനങ്ങളാവും, അതല്ലെങ്കിൽ ശ്രീ ടി എൻ പ്രതാപൻ, കുഞ്ഞില്ലമ്പള്ളിയുടെ നിയമനം അതടക്കം അനൂപ് ജേക്കബിന്റെ ബന്ധുവിന്റെ നിയമനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇതടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്. പൊളിറ്റിക്കലാണ് അവർ വഹിച്ച രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ. ആ വഹിച്ചവരെല്ലാവരും അവർ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകൾ പൊളിറ്റിക്കൽ പോസ്റ്റിലേക്കാണ് അവർ നിയമിക്കപ്പെട്ടത്. അവർ നിയമിക്കപ്പെടുമ്പോൾ ആ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകളെ സംബന്ധിച്ച് മന്ത്രിസഭാ രേഖകൾ പോലും തിരുത്തിയായിരുന്നില്ലേ? മന്ത്രിസഭാ രേഖകൾ പോലും തിരുത്തിയായിരുന്നില്ലേ ചില നിയമനങ്ങൾ, ഇത്തരം നിയമനങ്ങൾ? അങ്ങനെ മന്ത്രിസഭാ രേഖകൾ ഒന്നും തിരുത്തി ഒരു നിയമനം ഞങ്ങളുടെ ഗവൺമെന്റുകൾ നടന്നില്ല. പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം, ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഏതെങ്കിലും വഴിവിട്ട നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ നടന്നതായി, നിയമവിരുദ്ധമായ നിയമനങ്ങൾ നടന്നതായി അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് കൊണ്ടുവരുന്നതിന്റെ ഉള്ളിൽ EP ജയരാജനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കുറുക്കു വഴിയായി മാത്രമേ പൊതുസമൂഹം കാണുകയുള്ളൂ, ഞങ്ങൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയമില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും, ഇത്തരത്തിലുള്ള കുറുക്കു വഴി കൊണ്ടൊന്നും ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദയവായി ടെലിഫോൺ ലൈൻ തുടരുക ശ്രീ ടി എൻ പ്രതാപൻ. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഉയർന്നു വരുന്നുണ്ടോ? ഇവിടെ പ്രത്യേകിച്ച് ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ UDF-ന്റെ കാലത്തെ നിയമനങ്ങൾ അന്വേഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്വയം പരാതി അങ്ങനെയല്ല, പരാതി മറ്റൊരാളാണ് നൽകിയത് എങ്കിൽ കൂടിയും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടോ കാര്യങ്ങൾ? അല്ല, അതിനകത്ത് ഇപ്പോൾ ഈ ഇതൊക്കെ ഉയർന്നു വന്നത് മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷം അന്വേഷിച്ചിട്ടോ ഒന്നും വന്നതല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇത് ആദ്യം വന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാം കൂടി 7-8 ദിവസമേ ആവുന്നുള്ളൂ സൗമ്യ. അതിനിടയ്ക്ക് ഒരു സർക്കാരിന് ചെയ്യാവുന്ന എല്ലാം ഇക്കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാർട്ടി അത് അതേ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പാർട്ടി ഗൗരവതരമായ ഒരു നിലപാട് അക്കാര്യത്തിൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ആദ്യഘട്ടത്തിൽ ഇപ്പൊ ഇതിനകത്ത് ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുത കുറവാണ്. കാരണം അദ്ദേഹം അത് മറന്നു പോയതായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സത്യത്തില് ടി എൻ പ്രതാപനും PM സുധീരനും അടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ അന്നൊക്കെ തന്നെ ഇതൊക്കെ പുനഃപരിശോധിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നില്ല. ഒരു ഘടനയിൽ അവർക്ക് ഉമ്മൻചാണ്ടി യഥേഷ്ടം, ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അഴിമതി കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക്
നിശബ്ദരായിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. അതിന്റെ ഒരു പരിഭവമോ ബുദ്ധിമുട്ടോ ഒക്കെ ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും. ഞങ്ങളുമൊക്കെ ആ നിലയ്ക്ക് ഇരുന്നവരാണല്ലോ, പക്ഷെ ഒരു ചുക്കിലോ എന്ന നിലയ്ക്ക് അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അതൊക്കെ ആലോചിച്ചുകൊള്ളട്ടെ. പക്ഷെ കുഞ്ഞിലംപള്ളിയുടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യത്തിൽ കൃത്യമായും നിയമലംഘനമുണ്ട്. ആ നിയമലംഘനത്തിന് വേണ്ടി അതേ സംബന്ധിച്ച് നിയമം മാറ്റുക പോലും ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാമല്ലോ. അതിനകത്ത് യോഗ്യതയില്ലാത്ത ഒരാളെ തന്നെയാണ് വെച്ചിരുന്നത്. കുഞ്ഞിലംപള്ളിക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. അത് അന്ന് തന്നെ മാധ്യമങ്ങൾ ഉയർത്തുകയും പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു. പക്ഷെ രാജി എന്ന വാക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത മുഖ്യമന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൈൻഡാക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. പ്രതാപനും അറിയാമല്ലോ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി. അപ്പൊ ആ അർത്ഥത്തില് അതൊക്കെ തന്നെ പുനഃപരിശോധിക്കുമ്പോൾ ഭയപ്പെടരുത് പ്രതാപ. ഒരു സർക്കാർ ഇപ്പോൾ ആ ഇഷ്യൂ പരിഹരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാരോട് പറയണം. 22 MLA-മാരുണ്ടല്ലോ, ആ 22 MLA-മാരും നിയമനിർമ്മാണത്തിന് വേണ്ടി കൈവക്കാനാണ് പറയേണ്ടത്. അതിനു പകരം ഇപ്പോൾ പരിഭവം പറഞ്ഞിരിക്കുന്നത് അധികാരമുണ്ടായിരുന്ന സമയത്ത് അത് പ്രയോഗിക്കാൻ കഴിയാതെ പോയ അണ്ടികളഞ്ഞ അണ്ണാന്റെ ഒരു മനോഗതിയാണ്. അതൊന്നും മലയാളികൾ അംഗീകരിച്ചു തരില്ല. അങ്ങനെ വരുമ്പോ നമുക്ക് കാത്തിരിക്കാം. പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നത്, പാർട്ടി തീരുമാനമെടുത്ത് കഴിയുമ്പോഴും പ്രതാപൻ ഇതൊക്കെ പറയാൻ ഇവിടൊക്കെ തന്നെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഈ ഒരു വിഷയത്തിൽ, അതായത് സർക്കാരിനായാലും പാർട്ടിക്കായാലും നയപരമായ തീരുമാനങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അത് ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയോ ഒക്കെ അത് ജനങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ. മറ്റൊരു ഭാഗത്ത് ഇത് എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം. നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിലെ വിജിലൻസ് അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പോൾ പുതിയ DGP അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട് DGP ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ സംസാരിക്കുന്നു. പിന്നീട് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുന്നു. വളരെ പെട്ടെന്ന് ജയരാജനെതിരെ ഉള്ള കാര്യങ്ങളിലേക്ക്, ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോടതിയിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇതൊക്കെ ഒരുപക്ഷെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം അത് വലുതല്ലേ? ഈ മറിച്ച് നടക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ തള്ളിക്കളയുന്നതല്ലേ? അല്ല, അതിനകത്ത് ജയരാജൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് ഓർഡർ അത് ഈ ഫയലിൽ കിടക്കുകയാണ് സൗമ്യ. അതൊന്നും ആർക്കും ഡിലീറ്റ് ചെയ്ത് കളയാനും നോക്കൂല. അതുകൊണ്ട് അതിനുള്ള തെളിവുകൾ അവശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വിജിലൻസ് ഗൗരവതരമായി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്പഷ്ടമായൊരു കേസ് ഇക്കാര്യത്തിലുണ്ട്. ക്വിക്ക് വെരിഫിക്കേഷൻ വരും. ഇതൊക്കെ തന്നെ പാർട്ടിക്ക് അംഗീകരിക്കേണ്ടി വരും. അത് മാത്രമല്ല, നാളെ കോടതിയിൽ ഇതുമായി ബന്ധിപ്പിച്ച് ഒരു ഹർജിയുണ്ട്. അതേ സംബന്ധിച്ച ഹർജി പരിഗണിക്കപ്പെടുന്നത് നാളെ അത് പരിഗണനയ്ക്ക് വരികയാണ്. അതും ഒരു സവിശേഷ പ്രശ്നമാണ് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷന്റെ 42 ദിവസം അതിനുശേഷം ഈ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന നിലപാട് ഇത്തവണ ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. കാരണം LDF അല്ല UDF, CPM അല്ല കോൺഗ്രസ് അല്ല CPM. ആ നിലയ്ക്കുള്ള വ്യത്യസ്തതകൾ സ്ഥാപിച്ചെടുക്കണമെങ്കിലും അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ശരിക്കും ആത്മാർത്ഥമായി തന്നെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന നിലയ്ക്ക് അത് മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയിലും, അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇക്കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന ഗൗരവതരമായ, പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ഈ കാരണങ്ങളാൽ ലളിതമായി ഒന്നും ഇത് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മാതൃകാപരമായ നിലപാട് പാർട്ടിയും സർക്കാരും കൈക്കൊള്ളുന്ന പക്ഷം മുഴുവൻ മലയാളികളുടെയും കേരളീയ ജനതയുടെയും അഴിമതി വിരുദ്ധ വികാരത്തിന്റെ ജ്വലിക്കുന്ന ഒരു മാതൃകയായി ഈ ഗവൺമെന്റും അതേമാതിരി തന്നെ ഈ മുന്നണിയും മാറും. അതിനുവേണ്ടിയാണല്ലോ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ പ്രസക്തി ഇല്ലാതാകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനെതിരെ നിൽക്കാതെ അതിനെയൊക്കെ അംഗീകരിച്ച് തൽക്കാലം പരാജിതമായിരിക്കുന്ന തങ്ങളുടെ മുഖം രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് പ്രതാപനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ അന്വേഷിക്കേണ്ടത്, അല്ലെ അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഞാൻ തിരികെ എത്താം. ദയവായി തുടരുക ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ സുനിൽ മനോർ ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം